രാഷ്ട്രീയവും മതവും പറഞ്ഞ് മനുഷ്യർ പരസ്പരം അകന്നു പോകുന്ന ഈ കാലത്ത് മനുഷ്യത്വത്തിന്റെ വറ്റാത്ത ചില ഉറവകൾ നമുക്ക് ചുറ്റുമുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന ചില വാർത്തകൾ വരാറുണ്ട്. അത്തരത്തിലൊന്നാണ് കഴിഞ്ഞ ദിവസം രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ നിന്ന് കേട്ടത്. ഒരു വലിയ ദുരന്തം നടക്കുന്നു. മനുഷ്യർ തീക്കുള്ളിൽപ്പെട്ട് ജീവനായി നിലവിളിക്കുന്നു. ആ സമയത്ത് സ്വന്തം ജീവനെക്കുറിച്ച് ചിന്തിക്കാതെ, ജാതിയോ മതമോ നോക്കാതെ ആ കത്തുന്ന തീച്ചൂളയിലേക്ക് ചാടി വീണ 5 യുവാക്കൾ. അവരെ പരസ്യമായി കൈയടിച്ച് പ്രശംസിക്കുന്നത് ഒരു BJP MLA ആണ്. എന്താണ് ഡൽഹിയിലെ മാളവ്യ നഗറിൽ സംഭവിച്ചത്? ആരാണ് ഈ 5 യുവാക്കൾ? ഡൽഹിയിലെ മാളവ്യ നഗറിലെ ഫ്ലോറിസ്റ്റേ എന്ന ബഡ്ജറ്റ് ഹോട്ടലിലാണ് ആ വലിയ ദുരന്തമുണ്ടായത്. കനത്ത പുകയോർന്ന മിനിറ്റുകൾക്കകം ആ മൾട്ടി സ്റ്റോറി കെട്ടിടം മുഴുവൻ തീ വിഴുങ്ങി. 21 പേരുടെ ജീവനാണ് ആ ദുരന്തത്തിൽ പൊലിഞ്ഞത്. അതിൽ ഭൂരിഭാഗവും വിദേശികളായ വിനോദസഞ്ചാരികളും ചികിത്സയ്ക്കായി അടുത്തുള്ള മാക്സ് ആശുപത്രിയിൽ എത്തിയവരുടെ ബന്ധുക്കളുമായിരുന്നു. തീ പടർന്നപ്പോൾ കെട്ടിടത്തിന്റെ പ്രധാന ഇലക്ട്രോണിക് ഗേറ്റ് പണിമുടക്കി. പുക കാരണം ഗോവണിപ്പടികൾ വഴി പുറത്തിറങ്ങാൻ കഴിയാതെ ആളുകൾ മുകൾ നിലകളിൽ കുടുങ്ങിപ്പോയി. ജനലിലൂടെ പുക പുറത്തേക്ക് വരുമ്പോൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആളുകൾ മുകളിൽ നിന്ന് താഴേക്ക് ചാടാൻ തുടങ്ങി. തികച്ചും ഭയാനകമായ ഒരു സാഹചര്യം. ഫയർഫോഴ്സും പോലീസും എത്തുന്നതിന് തൊട്ടുമുമ്പുള്ള ആ നിർണായക നിമിഷങ്ങളിലാണ് ആ നാട്ടുകാരായ 5 മുസ്ലിം യുവാക്കൾ അവിടെ രക്ഷകരായി അവതരിക്കുന്നത്. അഫ്സൽ, മുഹമ്മദ് ഷാറൂഖ്, മുഹമ്മദ് അനീഷ്, മുഹമ്മദ് അമീർ, മുഹമ്മദ് വസീം എന്നിവരായിരുന്നു ആ യുവാക്കൾ. അവർ അവിടെ കാഴ്ചക്കാരെ നിൽക്കാൻ തയ്യാറായില്ല. കത്തുന്ന പുകയിലേക്കും തീയിലേക്കും അവർ പലതവണ ഓടിക്കേറി. അതിൽ റിയാസുദ്ദീൻ എന്ന 61 വയസ്സുള്ള മെത്തക്കടയുടമ ഉണ്ടായിരുന്നു. അദ്ദേഹം തന്റെ കടയിലുണ്ടായിരുന്ന മുഴുവൻ മെത്തകളും റോഡിലേക്ക് കൊണ്ടുവന്ന് നിരത്തി. മുകളിൽ നിന്ന് ആളുകൾ ചാടുമ്പോൾ വീണ് പരിക്കേൽക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു ഇത്. ഏകദേശം 2 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ആ മനുഷ്യനുണ്ടായത്. പക്ഷെ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ആ പണത്തിൽ ഒരു വിഷമവുമില്ല, എൻ്റെ ആ മെത്തകൾ കാരണം 10ലേറെ ജീവനുകളാണ് രക്ഷപ്പെട്ടത് എന്നാണ്. അതുപോലെ മാക്സ് ആശുപത്രിയിലെ സെക്യൂരിറ്റി ഓഫീസറായ വസീം റാസ, പുക നിറഞ്ഞ് ശ്വാസം മുട്ടിയ 10ഓളം പേർക്കാണ് അദ്ദേഹം അവിടെ വെച്ച് തന്നെ CPR നൽകി ജീവൻ തിരികെ നൽകിയത്. മുഹമ്മദ് ഇസാർ ഖാൻ, മുഹമ്മദ് ഷുഹൈബ് തുടങ്ങിയവർ പോലീസിനൊപ്പം ചേർന്ന് കരിയും പുകയും നിറഞ്ഞ മുറികളിൽ നിന്ന് ആളുകളെ പുറത്തെത്തിച്ചു. ഈ യുവാക്കളുടെ ധീരതയെ രാജ്യം മുഴുവൻ ഏറ്റെടുത്തു കഴിഞ്ഞു. എന്നാൽ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് മാളവ്യ നഗറിലെ BJP MLA സതീഷ് ഉപാധ്യായയുടെ പ്രതികരണമാണ്. അദ്ദേഹം ഈ 5 യുവാക്കളെയും നേരിൽ കണ്ട് അഭിനന്ദിക്കുക മാത്രമല്ല, അവരുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചുകൊണ്ട് ഇങ്ങനെ കുറിച്ചു: ഇന്നത്തെ ധീരന്മാർക്ക് എൻ്റെ സല്യൂട്ട്. തങ്ങളുടെ ജീവൻ പോലും നോക്കാതെ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ മുന്നിട്ടിറങ്ങിയ 5 ധീരരായ പൗരന്മാർ. ഡൽഹി പോലീസിലെ 5 ഉദ്യോഗസ്ഥരെയും ഈ യുവാക്കളെയും അദ്ദേഹം പരസ്യമായി അഭിനന്ദിച്ചു. രാഷ്ട്രീയത്തിനപ്പുറം മനുഷ്യത്വത്തിന് വലിയൊരു സന്ദേശമാണ് ഈ പ്രശംസയിലൂടെ സമൂഹത്തിന് ലഭിച്ചത്. ദുരന്തമുഖങ്ങളിൽ നമ്മൾ നോക്കേണ്ടത് മനുഷ്യന്റെ ചോരയുടെ നിറമാണ്, അവന്റെ മതമല്ല എന്ന് ഈ BJP നേതാവ് പോലും അടിവരയിട്ട് പറയുകയാണ് ഇവിടെ. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ യുവാക്കളെക്കുറിച്ച് വലിയ ചർച്ചകളാണ് നടക്കുന്നത്. പലരും പറയുന്നത് ഇതാണ്: മനുഷ്യത്വം എന്നത് ജാതിക്കും മതത്തിനും ഭാഷയ്ക്കും ഒക്കെ മുകളിലാണ്. ഇന്നത്തെ കാലത്ത് ഒരു ചെറിയ വാക്കിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു ചിഹ്നത്തിന്റെ പേരിൽ മനുഷ്യർ പരസ്പരം പോരടിക്കുമ്പോൾ കത്തുന്ന തീയിലേക്ക് ചാടാൻ ഈ യുവാക്കൾക്ക് പ്രേരണയായത് അവരുടെ ഉള്ളിലെ മനുഷ്യത്വം മാത്രമാണ്. അവിടെ വെന്തുരുകിയവരിൽ ഹിന്ദുക്കളുണ്ടായിരുന്നു, മുസ്ലിങ്ങളുണ്ടായിരുന്നു, വിദേശികളുണ്ടായിരുന്നു. പക്ഷെ ആർക്കും ആരുടെ മതം അറിയേണ്ടി വന്നില്ല. രക്ഷിക്കണം എന്നൊരൊറ്റ ചിന്ത മാത്രം. അതെ, ഈ ദുരന്തം നമുക്ക് നൽകുന്ന വലിയൊരു പാഠമുണ്ട്. നിയമലംഘനങ്ങൾ നടത്തി കെട്ടിടങ്ങൾ പണിയുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകണമെന്ന അഡ്മിനിസ്ട്രേറ്റീവ് പാഠം ഒരു വശത്ത്. എന്നാൽ അതിലും വലുത് പ്രതിസന്ധികൾ നമ്മൾ ഒന്നാണെന്ന ആ ഇന്ത്യൻ ചിന്താഗതിയാണ്. ഡൽഹിയിലെ ആ 5 ചെറുപ്പക്കാർക്കും അവരെ അഭിനന്ദിക്കാൻ മടിക്കാത്ത ആ ജനപ്രതിനിധിക്കും നമ്മുടെയും ഒരു വലിയ സല്യൂട്ട് നൽകേണ്ടത് തന്നെയാണ്.